Hello, my dear students, my dear children. എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് ലഭിച്ച കുട്ടികളെ ഒന്ന് തുറന്നു നോക്കുക. നമുക്ക് ഒരു ലോങ് ചാപ്റ്ററാണ്, 20 പേജസ് ആണ് നമ്മുടെ ഈ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ചാപ്റ്ററിന് നമുക്ക് ഏകദേശം ഒരു 20 പേജുകളോളം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 5 വീഡിയോകളായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. 30 മിനിറ്റിൽ താഴെയുള്ള 5 വീഡിയോകളായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. നമ്മുടെ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസിൽ നമ്മുടെ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് യൂറോപ്പിൽ നിന്നും വന്ന് ഇവിടെ ആധിപത്യം ഉറപ്പിച്ച പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ 4 യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം ലെങ്തിയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പോർച്ചുഗീസ് ഇൻവേഷനെ പറ്റിയാണ്. പോർച്ചുഗീസുകാരുടെ ഇൻവേഷനാണ് യൂറോപ്യൻ ഇൻവേഷനിലെ ഫസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പോർച്ചുഗീസ് ഇൻവേഷനാണ് പഠിക്കാനുള്ളത്. അപ്പം നമുക്കറിയാം, ഈ പോർച്ചുഗീസ് ഇൻവേഷൻ എന്ന് പറയുന്നത് 15th സെഞ്ച്വറിയുടെ ലാസ്റ്റ് ഫേസിലാണ് സംഭവിക്കുക. ഇവിടെ നിങ്ങൾ കാണുന്ന ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചേ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് ഒരു സീ റൂട്ട് യൂറോപ്പിൽ നിന്നും ആദ്യമായി അത് കണ്ടുപിടിക്കാൻ സക്സസ് ആയ വ്യക്തിയാണ്. അപ്പം വാസ്കോ ഡ ഗാമയ്ക്ക് മുമ്പ് പല നാവികരും ഇന്ത്യയിലേക്ക് ഒരു സീ റൂട്ട് കണ്ടെത്താനായിട്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ പരാജയങ്ങളായിരുന്നു. എന്നാൽ വാസ്കോ ഡ ഗാമ ആ ഒരു ഇന്ത്യയിലേക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ, പ്രത്യേകിച്ച് സീ റൂട്ട്, സീയിലൂടെ ഒരു റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം വിജയിച്ചു. 1498 അദ്ദേഹം കോഴിക്കോട് കപ്പാടെന്ന് പറയുന്ന ആ ഒരു തുറമുഖത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ കപ്പലെടുത്തു. അങ്ങനെ ഒരു സീ റൂട്ട് ആദ്യമായിട്ട് ഇദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. വാസ്കോ ഡ ഗാമയുടെ ആ സീ റൂട്ട്, അതിൻ്റെ ഒരു പിക്ചർ സഹിതം, അതിൻ്റെ മാപ്പ് സഹിതം വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വാസ്കോ ഡ ഗാമ അറ്റ്ലാന്റിക്കിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹം ഗുഡ് ഹോപ്പ്, ആഫ്രിക്കയുടെ സൗത്തേൺ ടിപ്പ് ഗുഡ് ഹോപ്പ് കവർ ചെയ്ത് അദ്ദേഹം ഇന്ത്യൻ ഓഷ്യനിൽ പ്രവേശിക്കുകയും ഇന്ത്യൻ ഓഷ്യനിലൂടെ അദ്ദേഹം യാത്ര ചെയ്ത് ഇന്ത്യയുടെ ഏറ്റവും സൗത്ത് ഭാഗത്ത്, അതായത് നമ്മുടെ കോഴിക്കോട് അദ്ദേഹം കപ്പലടുപ്പിക്കുകയും ചെയ്തു. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ആ ലോങ് ജേർണി, ആ വളരെ സാഹസികമായിട്ടുള്ള ജേർണി, അതിൻ്റെ റൂട്ട്, ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. വാസ്കോ ഡ ഗാമയുടെ വരവും അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, അദ്ദേഹം ആരെയൊക്കെയാണ്, ഇവിടുത്തെ ലോക്കൽ രാജാക്കന്മാരിൽ ആരെയൊക്കെയാണ് സമീപിച്ചത്, വാസ്കോ ഡ ഗാമയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന് എന്തെല്ലാം എതിർപ്പുകളെ നേരിടേണ്ടി വന്നു, അദ്ദേഹത്തിൻ്റെ ഫോർട്ട് മാനുവൽ എന്നുള്ള ഒരു ഫോർട്ട് അവർ ആദ്യമായിട്ട് കേരളത്തിൽ പണിതു, അത് സ്ഥാപിച്ചു. അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയ കുഞ്ഞാലി മരക്കാരെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. കുഞ്ഞാലി മരക്കാരുടെ അദ്ദേഹത്തിൻ്റെ ധീരത, ആ ധീരതയിൽ വാസ്കോ ഡ ഗാമയ്ക്ക് തോൽക്കേണ്ടി വന്നു, അടിയറവ് പറയേണ്ടി വന്നു. അങ്ങനെ പോർച്ചുഗീസുകാരെ എങ്ങനെയാണ് ഇവിടെ നിന്നും തോറ്റ് പിന്മാറേണ്ടി വന്നത്. ഇങ്ങനെ പോർച്ചുഗീസ് ഇൻവേഷനെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുന്ന വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പോർച്ചുഗീസ് ഇൻവേഷനെ പറ്റി പഠിക്കാനുള്ള ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. പോർച്ചുഗീസുകാരുടെ ഇൻവേഷൻ കൊണ്ട് എന്തൊക്കെ റിസൾട്ട് ഉണ്ടായി അതും നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കണം. റിസൾട്ട്, ഇമ്പാക്റ്റ്,
നമുക്ക് റിസൾട്ടിന് മറ്റൊരു വാക്ക് ഉപയോഗിക്കാം, ഇമ്പാക്റ്റ്. പോർച്ചുഗീസുകാരുടെ വരവ് കൊണ്ട്, അവരുടെ ഇൻവേഷൻ കൊണ്ടുണ്ടായ ഇമ്പാക്റ്റ് എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണ്. അതിനകത്ത് പോസിറ്റീവ് റിസൾട്ട്സും വരും, നെഗറ്റീവ് റിസൾട്ട്സും വരും. അപ്പം ഈ ഇമ്പാക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ വരവ്, വാസ്കോഡിഗാമയുടെ റൂട്ട്, അദ്ദേഹം കപ്പാട് വന്നിറങ്ങുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ എതിരാളികൾ, കുഞ്ഞാലി മരക്കാർ, അവരുടെ ഫോർട്ട് മാനുവലിൻ്റെ സ്ഥാപനം, അതുപോലെ തന്നെ അവരുടെ തോൽവി, പോർച്ചുഗീസ് ഇൻവേഷൻ്റെ ഇമ്പാക്റ്റ്, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ പാർട്ട് 1 ക്ലാസ്. ഓക്കെ, ഈ പുസ്തകം നമുക്കറിയാം, ഏകദേശം 1 വർഷം മുമ്പ് നമുക്ക് ലഭിച്ച പുസ്തകമാണ് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് പുസ്തകം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നിങ്ങൾക്ക് ലഭ്യമാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടീച്ചർ കൊടുത്തിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ നിന്നും ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോയിലേക്ക് പോവുക. ടീച്ചറിൻ്റെ ചാനലിൽ ഈ വീഡിയോ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ആ വീഡിയോ എടുത്ത് നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ട് പഠിക്കുക. എവിടം വരെയാണ് ആ വീഡിയോയിലുള്ളത്? പോർച്ചുഗീസുകാരുടെ വരവ് മുതൽ പോർച്ചുഗീസ് ഇൻവേഷൻ്റെ ഇമ്പാക്റ്റ് വരെയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് വീഡിയോയിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പിക്ചേഴ്സ് സഹിതം കറക്റ്റ് എക്സ്പ്ലനേഷൻ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോയിലേക്ക് പോവുക. നമ്മുടെ ചാനലിൽ വീഡിയോ നിങ്ങൾ വ്യൂ ചെയ്യുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.